നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം തന്നെ കുറച്ച് ഇടിവെട്ട് ആക്ഷൻ രംഗങ്ങളോടെ തുടങ്ങാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പരമ്പരയിലെ 8ാമത്തെ ചിത്രം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8 ഏപ്രിൽ 14-ന് തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. ലോകമെമ്പാടുമായി സിനിമയുടെ പ്രചാരണ പരിപാടികൾ അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നു. റിലീസിന് മുന്നോടിയായി ഏറ്റവും പുതിയ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. 3 മിനിറ്റിലേറെ നീളുന്ന ട്രെയിലർ സിനിമ എത്രത്തോളം ആക്ഷൻ രംഗങ്ങൾ നമുക്ക് കാണിച്ചു തരുമെന്ന സൂചനയാണ് നൽകുന്നത്. ഗാരി ഗ്രേ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജേസൺ സ്റ്റാത്തം, വിൻ ഡീസൽ അടക്കമുള്ള പ്രമുഖ താരങ്ങളൊക്കെ അണിനിരക്കും. ട്രെയിലർ കാണാം. All right, team, listen up. This crew is about family, but the game has changed now. Dominic Toretto just went rogue. You gonna turn your back on family? I know it looks bad. Don't give up on him so easy. We've only got one chance to make this family whole again. Don't do this, Dom. You ready? One thing I can guarantee, no one's ready for this. She's the very definition of high-tech terrorism. There's thousands of cars in this city, and now they're all mine. Now I know what it feels like to be every cop ever chasing us. Wait! Ah! Oh, damn! London, Abu Dhabi, Cuba. Our paths have crossed before, Dom. You just didn't know it. I think I need to remind you why you chose to be here. I got no choice! If you're gonna catch Dom, you're gonna need a little help. You want to tell me why you just put me in a room with this tea and crumpets eating criminal? You don't think that tight t-shirt's cutting up the circulation in your brain? You should get a bigger size. You guys are gonna work together. Love to. I've been waiting for this. We got a tank. Now it's my turn. Boom, baby! They just don't give up, do they? You thought this was going to be a street fight. It's not a torpedo! Take the wheel! What? This is crazy! All right, you get style points for that one. I don't know why you're doing this, but I know one thing. You love me. Fire! Hang on to your ass! Dom! ഇനി ഈ ആഴ്ചയിലെ മറ്റൊരു ശ്രദ്ധേയമായ ട്രെയിലർ തീർച്ചയായും ഏറെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ഒന്നാണ്. റഹ്മാൻ മണിരത്നം കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന റൊമാൻറ്റിക് ചിത്രം കാട്ട്രവെള്ളിടെ എന്ന സിനിമ. ചിത്രത്തിൽ കാർത്തിയും അതിഥി റാവ് ഹൈദരിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റഹ്മാൻ്റെ സംഗീതം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം മണിരത്നം, ശ്രീകർ പ്രസാദ്, രവിവർമ്മൻ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും. ഏപ്രിൽ 7-നാണ് സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രെയിലർ കാണാം. మనసు మార్చిన నెక్స్ట్ సాటర్డే 5 PM ఫ్లయింగ్ క్లబ్. ఆఫీసర్కి కాదుకే కాదా డాక్టర్కి మనసు
நீ என்னை வெறுத்தாலும் விரும்பு, நீ என்னை விரும்பலனாலும் விரும்பு. വരാൻ പോകുന്ന വലിയ സിനിമകളെക്കുറിച്ചാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഈ ആഴ്ച തിയേറ്ററുകളിലെത്തിയ സിനിമകളെക്കുറിച്ച്. അതിൽ മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമയാണ്. മണികണ്ഠൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം. ഒപ്പം തമിഴിൽ നിന്നും ഹോളിവുഡിൽ നിന്നും ശ്രദ്ധേയമായ റിലീസുകളുണ്ട്. Can you hear the vroom sound? Murugan asked me. Yeah, I replied. It's coming from the far end of the horizon. Let's get back to the shore before it rains. സ്വഭാവ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയതിന്റെ തിളക്കവുമായാണ് മണികണ്ഠൻ പുതിയ ചിത്രവുമായി എത്തിയിരിക്കുന്നത്. I didn't get your friend's name actually. He's Murugan, my only friend in Goa. Hello, Morgan. കാഴ്ചക്ക് കേരളം പോലെ ഉണ്ടെങ്കിലും ഗോവയും ഗോവക്കാരൊക്കെ വേറെ. വ്യാസൻ കെ PhD സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുരുകൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ മണികണ്ഠൻ അവതരിപ്പിക്കുന്നു. എഴുത്തുകാരനായ പ്രധാന കഥാപാത്രമായി വിജയ് ബാബു. What the hell are you doing? I'm a state guest, damn it! ഗോവയുടെ മനോഹരമായ പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ഹരിനായരുടെ ദൃശ്യങ്ങൾക്കൊപ്പം ഔസേപ്പച്ചന്റെ സംഗീതവും. ആരോ ഈ യാത്രയെങ്ങോ ഏതോ തീരം തിരഞ്ഞു. പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ദേവയാനം, സമർപ്പണം എന്നീ ചിത്രങ്ങളും മലയാളം റിലീസുകളായി ഈ ആഴ്ച തിയേറ്ററുകളിലെത്തി. I still don't get this. ഒരേ നാളില് ഒരു മിസ്സിംഗ് കേസ്. Yeah, to begin with. തമിഴിൽ നിന്നും ശ്രദ്ധേയമായ ഒരു റിലീസുണ്ട്. റഹ്മാൻ പ്രധാന വേഷത്തിലെത്തിയ സസ്പെൻസ് ത്രില്ലർ ധ്രുവങ്ങൾ 16. ഒരു പ്ലാൻഡ് ആക്സിഡന്റ്. ഇതെല്ലാം ഒരേ ലൊക്കേഷനിലാണ് നടന്നത്. ഇതിൽ എത്ര പേർ ഇൻവോൾവ്? 16. ആൻഡ് ഇതെല്ലാം നടന്ന ടൈം സ്പാൻ 16 hours. തമിഴ്നാട്ടിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം സംവിധാനം ചെയ്തത് 21-കാരനായ കാർത്തിക് നരേനാണ്. എല്ലാ കൊലയ്ക്കും ഒരു മോട്ടീവ് இருக்கணும்ங்கற அவசியமில்லையே. நீங்க கொடுக்குற ஹிண்ட பார்த்தா நம்ம சைக்கோ கில்லரை சேஸ் பண்றோம்னு சொல்ற மாதிரி இருக்கு சார். Exactly. No. Hello. Hi. Here, you will be needing this. ASP Siva and team entering into the forest. I hate police. മറ്റൊരു തമിഴ് റിലീസ് രാഘവ ലോറൻസ് നായകനായ മൊട്ട ശിവ കെട്ട ശിവ. സായി രമണി സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. സത്യരാജ്, തമ്പിരാമയ്യ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. മാസ് മസാല ചിത്രമായി ഒരുക്കിയിരിക്കുന്ന സിനിമയിൽ നിക്കി ഗൽറാണിയാണ് നായിക. സുഖം 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 ആടലുടൻ പാടലി കേട്ട് രസിപ്പതിലേതാൻ സുഖം സുഖം സുഖം. ஆசை தரும் பார்வையில் எல்லாம் 1000 எண்ணம் வரும் வரும் வரும். ஆடலுடன் பாடலை கேட்டு ரசிப்பதிலேதான் சுகம் சுகம் சுகம்.
ഹോളിവുഡിൽ നിന്നുള്ള റിലീസ് കോങ് സ്കൾ ഐലൻഡ് ആണ്. ജോർദാൻ വോഗ് റോബർട്ട്സ് ആണ് സംവിധാനം. ടോം ഹിഡിൽസ്റ്റൺ, സാമുവൽ എൽ ജാക്സൺ, ബ്രീ ലാർസൺ തുടങ്ങിയ പ്രമുഖരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു മലയാള ചിത്രമാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടനായി വേഷമിടുന്ന യുവതാരം ആസിഫ് അലി നായികയായി ഭാവനയെത്തുന്നു. സൈജു കുറുപ്പ്, അജു വർഗീസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളൊക്കെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. നവാഗതനായ രോഹിതാണ് സിനിമയുടെ സംവിധാനം. ടീസർ ഒന്ന് കാണാം. എന്തായി? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഓ ഗോഡ്, ഇത് പിന്നെയും പോയോ? ഓക്കെ ലിസൺ, ഒരാഴ്ച മുമ്പ് ഒരു ഹൈവേയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടത്. ഒരു പുലർച്ചെ. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ സിദ്ധാർത്ഥ തന്നെ കാണാൻ പോയപ്പോ തന്നെ അവിടെ ഇറക്കി വിട്ടു. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, താൻ പിന്നെയും എന്റെ ഫ്ലാറ്റിലേക്ക് വലിഞ്ഞു കയറി വന്നു. നമ്മൾ തന്നെയും തപ്പി ഈ മൈസൂര് മൊത്തം കറങ്ങി. ഓർമ്മയുണ്ടോ? എടോ, തനിക്കെന്തോ മാരക രോഗാണ്. താനെന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓപ്പൺ കാറിൽ റെഡ് കളർ. കൂടുതൽ വിനോദ കാഴ്ചകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.